ടെക്നോ എന്ന ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇതാ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുന്നു. ടെക്നോ പോവ കർവ് 2 5G എന്ന പേരിൽ. നേരത്തെ തന്നെ ടെക്നോ പോവ സ്ലിം എന്ന് പറയുന്ന ഒരു ഫോൺ പുറത്തിറക്കിയിരുന്നു പോവ സീരീസിൽ. അതുകൂടാതെ അതിനു മുമ്പ് ടെക്നോ പോവ കർവ് പുറത്തിറക്കിയിരുന്നു. ഇതെന്ന് പറയുന്നത് ടെക്നോ പോവ കർവ് 2 ആണ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. കാണാൻ അടിപൊളി എന്നല്ല, കാണാൻ വളരെ ഡിഫറൻ്റ് ആണ് ഈ ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതുണ്ട് ഒരു സ്പെഷ്യൽ ഡിസൈൻ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് സമാനമായിട്ടൊരു സാധനം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ ഈ പറഞ്ഞ പോലെ ക്യാമറ മൊഡ്യൂൾ വളരെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന ഒരു ഭാഗവും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് കാണുന്നുണ്ട്. ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. സാധാരണ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകളിലേക്ക് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ലുക്ക്. അതുപോലെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, ഇവിടെ പോവ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് കളർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന പവർ ബട്ടണും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറിലാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഈ ഒരു ബാക്ക് എഡ്ജസ് കണ്ടില്ലേ, അത് കർവ്ഡ് ആണ്. സൈഡ് രണ്ടും കർവ്ഡ് ആണ്. മൊത്തത്തിൽ ഇൻ ഹാൻഡ് ഫീൽ അടിപൊളിയാണ്. ഡിസ്പ്ലേ കർവ്ഡ് ആണ്. മൊത്തത്തിൽ വളരെ തിൻ ആയിട്ടുള്ള ഒരു ഫോണാണ്. ഓക്കെ, 8000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇരിക്കുന്നതെന്ന് ഇതിന്റെ തിക്നെസ് കണ്ടാൽ ആരും പറയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കൃത്യമായിട്ട് ഇതിന്റെ തിക്നെസ് പറഞ്ഞാൽ വെറും 7.42 മില്ലിമീറ്റർ മാത്രമാണ്. അപ്പോൾ നമ്മൾ 5000 mAh കേട്ടിട്ടുണ്ട്, 6000 കേട്ടിട്ടുണ്ട്, 6500, 7000, 7500, പിന്നെ നമ്മൾ കേട്ടത് 10000 mAh ഒക്കെയാണ്. എന്നാൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് 8000 mAh ബാറ്ററി കപ്പാസിറ്റി ആയിട്ടൊരു സ്മാർട്ട് ഫോൺ വരുന്നത് കേൾക്കുന്നത് തന്നെ. എന്ത് തന്നെയായാലും ഈ ഒരു ഫോണിന്റെ ആ ഒരു തിക്നെസ് ഈ പറഞ്ഞ 8000 mAh ബാറ്ററി ഉണ്ടെന്ന് പറയുമല്ലോ, അത്രയും തിന്നായിട്ടുള്ള ഒരു ഫോണാണ്. അതുപോലെ 8000 mAh ബാറ്ററി ഉണ്ടെങ്കിലും ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അത്ര കാര്യമായിട്ട് കൂടുതലൊന്നുമില്ല. വെറും 192 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ഒരു ഫുൾ സ്ക്രീൻ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ രണ്ട് സൈഡും. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെസൽലെസ് ഡിസ്പ്ലേ. മാത്രമല്ല ഈ മുകളിലും താഴെയും വളരെ തിൻ ബെസലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോർണേഴ്സ് ഒക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഫോണിന്റെ ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മൊത്തത്തിൽ അതിന്റെ ഡിസ്പ്ലേ ഡിസൈൻ ഒരു രക്ഷയില്ല. എന്ന് വെച്ച് ഈ ഒരു ഫോൺ എല്ലാം കഴിഞ്ഞൊരു ഫോണെന്ന് അർത്ഥമൊന്നുമില്ല. കുറച്ച് കുറവുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്, അത് എന്തൊക്കെയെന്നും പറയാം. 6.78 ഇഞ്ചിന്റെ കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ്. അതും ഐ കംഫർട്ട് നൽകുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നിരവധി ഐ കംഫർട്ട് മോഡുകളൊക്കെ ഉണ്ട്. അത് മിക്ക ഫോണുകളിലും ഉണ്ട്. അത്തരം മോഡുകളൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് എമിഷനൊക്കെ കുറച്ചുകൊണ്ട് കണ്ണിന് ഹാനികരമാകാത്ത രീതിയിൽ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഫുൾ HD+ റെസൊല്യൂഷൻ ആണ്. മാത്രമല്ല ഈ ഒരു ഫോണിന് 144 ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് 144 ഹെഡ്സ് ഇല്ല, പക്ഷേ നമ്മൾ സെറ്റിംഗ്സിൽ ചെന്ന് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട്. 4500 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയമില്ല. മാത്രമല്ല കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ അടിപൊളിയാണ്. ഡിസ്പ്ലേ മാരകമാണ്. സൂപ്പർ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇതിന്റെ പെർഫോമൻസ്. ഡിസ്പ്ലേയും ഡിസൈനും ഒക്കെ കൂട്ടി വെച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ അല്പം കുറവ് വരുന്നുണ്ട് എന്ന് കരുതിയിട്ടുണ്ടാകണം ടെക്നോ. ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7100 5G എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇതിൽ നിന്ന് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വേറെ ഫോൺ ലഭിക്കും ഇതിന്റെ വിലയിൽ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫോൺ ഒരു സ്യൂട്ട് ആവണമെന്നില്ല. കാരണം 6,71,992 7 ലക്ഷം AnTuTu സ്കോർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രോസർ വഴി നമുക്ക് തരുന്നത്. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഓർക്കണം 1.5 മില്യൺ AnTuTu സ്കോർ ഒക്കെ നൽകുന്ന വേറെ ഫോണുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പെർഫോമൻസ് വൈസിൽ ഈ ഒരു ഫോൺ അത്ര ഭയങ്കര സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഫോണിൽ നമ്മളിപ്പോൾ BGMI ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം എന്ന സെറ്റിംഗ്സിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. നമ്മളൊരു അരമണിക്കൂറായിട്ട് ഇതിനകത്ത് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാപ്പിലും കളിച്ച് നോക്കി ഒരു ആവറേജ് ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒരു കാഷ്വൽ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഇതിലെ ഗെയിമിംഗ് പെർഫോമൻസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ ഗെയിമിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ സെറ്റിംഗ്സുകൾ കൊടുത്തിട്ടുണ്ട്. ടച്ച് ഒപ്റ്റിമൈസേഷൻ, ബൈപ്പാസ് ചാർജിങ് തുടങ്ങിയ ഓപ്ഷനുകൾ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മളിവിടെ ചെയ്ത് നോക്കി. ബെറ്റർ ആയിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് ആണ് കാണിക്കുന്നത്. യാതൊരുവിധ ത്രോട്ട്ലിംഗ് ഇഷ്യൂസും ഇല്ല. 79% ആണ് ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് റിസൾട്ടും കിട്ടിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും പെർഫോമൻസ് വൈസ് ഈ ഫോൺ ഒരു അല്പം താഴേക്ക് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ പ്രൈസ് പോയിന്റിൽ. 8GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജും ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ LPDDR5X റാം നൽകുമ്പോൾ ഇതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് UFS 2.2 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ UFS 3.1 ഒക്കെ നൽകുന്ന ഫോണുകളും വേറെ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 8000 mAh ബാറ്ററിയാണ്. പക്ഷേ അത് ചാർജ് ചെയ്യാനായിട്ട് 45 വാട്ടിന്റെ ചാർജറേ കൊടുത്തിട്ടുള്ളൂ. ഈ പ്രൈസ് പോയിന്റിലെ ഫോണുകളിൽ 80 വാട്ടിന്റെ ചാർജറുകളൊക്കെ കൊടുക്കുന്ന ഫോണുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും 8000 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും കണ്ണടച്ചുകൊണ്ട് നമുക്ക് 2-2.5 ദിവസത്തെ ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു ഫോണിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറയിലും ഒരു അല്പം കുറവുകളുണ്ട്. അതായത് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ 50
50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ 3 ക്യാമറകൾ ഉണ്ടെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ 2 ക്യാമറയേ ഉള്ളൂ. ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഒട്ടുമിക്ക ഫോണുകളിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഡായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ ഒരുപാട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഫോണിന്റെ ക്യാമറ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സ്യൂട്ട് ആവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും മാക്സിമം എടുക്കാൻ സാധിക്കുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2K 30 FPS വീഡിയോകളാണ്. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. 2K 30 FPS ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഷേക്കൊക്കെ ഉണ്ടോയെന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് അപ്പോൾ 4K സപ്പോർട്ട് ഈ ഒരു ഫോൺ നൽകുന്നില്ല. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സെൽഫി വീഡിയോ. ഇതിനകത്ത് നിന്ന് കേൾക്കുന്ന ഇപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് നിന്നുള്ള ഇൻബിൽറ്റ് മൈക്കാണ്. എക്സ്റ്റേണൽ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഞാൻ നടന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നടന്നുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷേക്ക് ഈ വീഡിയോയ്ക്കുണ്ട്. സ്റ്റെബിലിറ്റി ഒരു അല്പം കുറവായിട്ട് സെൽഫിയിൽ തോന്നുന്നുണ്ട്. അപ്പോൾ 4K സപ്പോർട്ടുള്ള ഫോണുകൾ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ കിട്ടുന്നുണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ക്യാമറ വിഭാഗം ഒരല്പം കുറവാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസിൽ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ പറയുന്ന അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലെന്നുള്ളതും അതുപോലെ ബാക്ക് ക്യാമറയിൽ പോലും 4K ഇല്ല എന്നുള്ളതും ക്യാമറയിലെ ചെറിയ കുറവുകളാണ്. ഈ ഫോണിനകത്തും ഡ്യുവൽ വ്യൂ ക്യാപ്ചർ ഉണ്ട്. അതായത് ഫ്രണ്ട് ക്യാമറയും അതുപോലെ ബാക്ക് ക്യാമറയും ഒരുമിച്ച് ഇതുപോലെ ചേർത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള ഡ്യുവൽ വ്യൂ വീഡിയോ ഓപ്ഷനും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 13 മെഗാ പിക്സലിന്റെ സെന്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 iOSന്റെ ലേറ്റസ്റ്റ് വെർഷനും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലോട്ട്വെയർസ് ഒരുപാടൊന്നും പറയുന്നില്ല. ഒരുപാട് ബ്ലോട്ട്വെയർസുകളൊന്നും ഇല്ല. എന്തായാലും കുറച്ച് ബ്ലോട്ട്വെയർസ് എന്നാൽ ഉണ്ട് താൻ. ഫോൺ പേ അതുപോലെ ഇൻസ്റ്റഗ്രാം അതൊരു പ്രീമിയം ആപ്പാണെങ്കിലും പറയാം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന. ഫേസ്ബുക്ക് ഉണ്ട്. പിന്നെ ഒരു ക്രഷ് ബ്ലോക്ക് എന്ന് പറയുന്ന ഗെയിം പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു ഇതിനകത്തൊരു ബ്ലോട്ട്വെയർസ് ആയിട്ട് വരാൻ. പിന്നെ അല്ലാതെ സ്പോട്ടിഫൈ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ബ്ലോട്ട്വെയർസ് എന്തായാലും ഇല്ല. ഒരുവിധം കുഴപ്പമില്ലാത്തൊരു യൂസർ ഇന്റർഫേസ് ആണ്. എനിക്ക് ഈ ഒരു വാൾപേപ്പർ, ആ ഒരു 3D ഡെപ്ത് ഫീലിലുള്ള ആ ഒരു വാൾപേപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോണിനകത്ത് ഇഷ്ടപ്പെട്ടു. അടുത്ത പറയാനുള്ളത് ഈ ഒരു ഫോണിലെ ഒരു വലിയ കുറവാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞ കുറവുകളിൽ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും മോണോ സ്പീക്കർ എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തൊക്കെയാണ് പാട്ട് കേൾക്കുന്നവരെങ്കിൽ അതൊരു വിഷയമില്ല. പക്ഷേ സ്പീക്കറിലൂടെ കേൾക്കുന്നവരാണെങ്കിൽ അത് ഒരു വിഷയം തന്നെയാണ് ഈ ഫോണിന്റെ ഈ പ്രൈസ് റേഞ്ചിൽ. ഫേസ് അൺലോക്ക് സംവിധാനമുണ്ട്. അതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൊസിഷനിങ് കണ്ടില്ലേ, ഒരുപാട് താഴെയാണ്. IP റേറ്റിംഗിനെ പറ്റി പറഞ്ഞാൽ IP64 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ IP69 റേറ്റിംഗ് നൽകുന്ന ഫോണുകൾ വേറെ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. മോണോ സ്പീക്കറിന്റെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു കുറവ് കൂടി ഒരു ഫോണുണ്ട്. ഇതിനകത്ത് NFC സപ്പോർട്ടും കൊടുത്തിട്ടില്ല. പ്രൈസ് കേൾക്കുമ്പോൾ ആരും ഞെട്ടരുത്. കാര്യം ഇപ്പോൾ വരുന്ന ഏത് ഫോണിന്റെ പ്രൈസ് കേൾക്കുമ്പോഴും എല്ലാവരും ഞെട്ടുന്ന ഒരു രീതിയാണുള്ളത്. നമുക്കറിയാം റാമിന്റെ ഒക്കെ വില കൂടുന്നതുകൊണ്ട് തന്നെ ഫോണുകളുടെ പ്രൈസ് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫോണിന്റെ വില പറയാം. 8GB റാം 128 ആണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ്. അതിന്റെ വില എന്ന് പറയുന്നത് 27,999 രൂപയാണ്. അപ്പോൾ ആ പ്രൈസിൽ ചില കുറവുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. എന്തായാലും ഇതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുമിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഇതിന്റെ നേട്ടം എന്ന് പറയുന്നത് 8000 mAh ബാറ്ററി. അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ 20 5G ബാൻഡുകൾ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും 5G ബാൻഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫോണായിട്ട് എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും നെറ്റ്വർക്ക് കിട്ടുന്നതിന് യാതൊരു വിഷയമില്ല. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് കിഡിലൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ഒരു ഫോണിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേ കാണുക എന്നുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഡിസൈനാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ട്രിപ്പിൾ ചിപ്സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സർ കൂടാതെ 2 ചിപ്പുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങളെങ്കിൽ ഇതിനകത്തുള്ള കോട്ടങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഫോണിനകത്ത് മോണോ സ്പീക്കർ, NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ബാക്ക് ക്യാമറയിൽ പോലും 4K സപ്പോർട്ട് ഇല്ല. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല. അതുപോലെ IP റേറ്റിംഗ് IP64 ഉള്ളൂ ഈ പ്രൈസ് പോയിന്റിൽ എന്നുള്ളവയാണ് ഈ ഒരു ഫോണത് ഞാൻ കാണുന്ന കുറവുകൾ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും വേർതിരിച്ചുകൊണ്ടുള്ള മികച്ച വീഡിയോ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരാം.